ഒരു കാര്യത്തെ പറഞ്ഞങ്ങ് പേടിപ്പിച്ച് അങ്ങേയറ്റം എത്തിച്ചിട്ടുള്ളൊരു സൊല്യൂഷൻ പുള്ളി മനസ്സിൽ വെച്ചേക്കുന്ന കാര്യം പുറത്തിടുകയുള്ളൂ. There is no availability of tankers. Okay, 2 വാർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും ട്രംപ് നോക്കിയിരിക്കുന്നത് തന്നെയാണ് ഇവിടെ. ഇപ്പോൾ അവിടെ അതെ ഇപ്പോൾ തന്നെ അവിടുന്ന് 1500 നേഴ്സസ് ബോർഡർ ക്രോസ് ചെയ്ത് 2 വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺട്രീസാണ്. എത്രയോ കൊടുക്കൽ വാങ്ങലുകൾ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചുമ്മാ ഗൂഗിൾ എടുത്തിട്ട് വേൾഡ്സ് മോസ്റ്റ് പീസ്ഫുൾ ബോർഡർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാനേഡിയൻ ആൻഡ് US ബോർഡർ എന്നാണ് ഗൂഗിൾ പറയുന്നത്. അതിൻ്റെ കാരണം നൂറ്റാണ്ടുകളോളം വളരെ സമാധാനപരമായി ഇൻ്റർനാഷണലി 5500ഓളം മൈൽ പരപ്പിൽ നീണ്ടു കിടക്കുന്ന ഒരു ബോർഡറാണിത്. പക്ഷേ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഈ ബോർഡറിൽ എന്തൊക്കെയോ കിടന്നു പോകുന്നു. 2 കൂട്ടുകാരന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ സാധാരണയാണ്. പക്ഷെ അതിലൊരു എക്സ്ട്രാ ടാരിഫ് വന്നാലോ അതെങ്ങനെയാണ് ഇവരെ ബാധിക്കുക? കാനഡയും US തമ്മിലുള്ള പ്രപ്പോസ്ഡ് ടാരിഫ് പ്ലാൻ എന്താവും എന്നൊക്കെ എല്ലാവരും ആശങ്കയിലുള്ള ഈ സമയത്ത് ഇങ്ങനൊരു പോഡ്കാസ്റ്റ് വേണമെന്ന് ഞങ്ങൾക്ക് തോന്നി. ഇന്ന് ഈ പാനൽ ഡിസ്കഷനിൽ പങ്കുചേരുന്നത് ബിജോ സെബാസ്റ്റ്യൻ, ഫൗണ്ടർ CEO കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ, കനേഡിയൻ ന്യൂസ് ബ്ലോഗർ, ലെഗറ്റോ സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഡയറക്ടർ. വെൽക്കം. താങ്ക് യു. And joining him, Mr. PK Shaji, Director of Data Services 360 Insights. Over 15 years of financial industry experience, has been a part of Canadian Pension Plan Investment Board and Goldman Sachs. Welcome. Thank you. So, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺട്രീസാണ്. എത്രയോ കൊടുക്കൽ വാങ്ങലുകൾ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു പക്ഷേ 2018 ഇതേപോലെ ട്രംപിൻ്റെ ആദ്യ റെജൈമിലും ഉണ്ടായിരുന്ന ഒരു ടാരിഫ് ഇഷ്യൂ വിത്ത് കാനഡ ഇപ്പോൾ പക്ഷെ വളരെ ശക്തമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വായിച്ചും മനസ്സിലാക്കിയതിൽ നിന്നും ബിജോൻ്റെ ഒരു ഇനീഷ്യൽ തോട്ട്സ് എന്താണ്? അതെ, ഈ ഒരു മാസമായിട്ട് ഏകദേശം ഈ വാർത്ത തന്നെയാണ് എപ്പോഴും യൂട്യൂബിലും കനേഡിയൻ ന്യൂസിലും US ന്യൂസിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനുവരി 20 ട്രംപ് അധികാരത്തിലേറി അന്ന് മുതൽ വാർത്ത വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെയാണ് അന്ന് എക്സിക്യൂട്ടീവ് ഓർഡർ അദ്ദേഹം സൈൻ ചെയ്തില്ല എങ്കിലും പ്രസ് കോൺഫറൻസുകളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഉടനെ കാര്യങ്ങൾ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിനുശേഷം അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു അനൗൺസ്മെൻറ്റ് കൊടുത്തു. ഉടനെ തന്നെ ഇങ്ങനെ താരിഫ് വരുവാണ്. പെട്ടെന്ന് ആളുകളെല്ലാം പെട്ടെന്ന് പാനിക്കായി. ഇനി എന്താണ് ചെയ്യുന്നത്? അതുമല്ല, പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ നടക്കുന്ന ബിസിനസ്സുകളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ US ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും വന്ന ടെൻഷൻ എന്ന് പറഞ്ഞതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കാർ ഇൻഡസ്ട്രി നോക്കുവാണെങ്കിൽ, കാറ് വരുമ്പോഴത്തേനും നമ്മൾ നോക്കുമ്പം കാനഡയിൽ നിന്ന് കാറ് 52 ബില്യണിൻ്റെ കാറ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് US പോകുന്നതെന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ ഈ ഒരു കാറ് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെക്സിക്കോ മുതൽ US പോയി കാനഡയിൽ വന്ന് ഓരോ പാർട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാണ് ഇവിടെ അതിൻ്റെ മാനുഫാക്ചറിങ് കംപ്ലീറ്റ് നടക്കുന്നത്. അതൊരു ഫാക്റ്റാണ്. അപ്പോഴേക്കും പെട്ടെന്ന് ബിസിനസ്സുകാരെ അത് ബാധിക്കുന്നു, ഇവിടെ ഓട്ടോ മെക്കാനിക്സിനെ ബാധിക്കുന്നു. എല്ലാവരുടെ അടുത്ത് അതൊരു വലിയൊരു പ്രശ്നമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ. ഒരു കാറ് മാനുഫാക്ചർ ചെയ്യാനുള്ള വില തന്നെ എത്രയോ ഇരട്ടി കൂടും ഈ കൊടുക്കൽ വാങ്ങലുടെ. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ടാരിഫ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ വാക്ക് വളരെ സജീവമാണ്. ടാരിഫ് എന്തിനെടുത്താലും ടാരിഫ്. വീട്ടിൽ കുട്ടികളൊക്കെ കളിയൊക്കെ താമസിച്ച് പറയുന്നുണ്ട്. പക്ഷെ എന്താണ് ടാരിഫ് എന്നുള്ളത് ഐ തിങ്ക് ഐ ഹാവ് ടു ആസ്ക് യു അബൌട്ട് ദിസ്, ഷാജി. താരിഫ് ഇന്ന് ഇന്നലെയും തുടങ്ങിയൊരു കാര്യമൊന്നുമല്ല. ഇത് വളരെ പണ്ടേ ഉള്ളതാണ്. ഓക്കെ, എല്ലാ രാജ്യങ്ങളും സ്വന്തം രാജ്യത്തെ പ്രൊട്ടക്ഷനിസം എന്ന് പറയുന്നത്, അതായത് ഫാമേഴ്സിനെ അല്ലെങ്കിൽ പ്രൊഡക്ട്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടു മേക്ക് ദം കോമ്പറ്റീറ്റീവ് ഇൻ ദെയർ മാർക്കറ്റ്, ദേ എയ്തർ ഗീവ് സബ്സിഡീസ് ഓർ ദേ അപ്ലൈ ഇമ്പോർട്ട് ഡ്യൂട്ടി. നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ കോക്കനട്ട് പ്രൊഡ്യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക, പാം ഓയിലിന് നികുതി ചുമത്തിയിരുന്നു, ഇമ്പോർട്ട് ഡ്യൂട്ടി ചുമത്തിയിരുന്നു. ഇതൊക്കെ വളരെ സർവ്വസാധാരണമായി പണ്ട് മുതലേ ഉള്ളതാണ്. പക്ഷേ ഈ കാനഡയും അമേരിക്കയും തമ്മിലുള്ള, അല്ലെങ്കിൽ മെക്സിക്കോയും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് വെച്ചാൽ, ജിയോഗ്രഫിക്കലി ദേ ആർ ഓൾ ഷെയറിങ് എ വെരി ലാർജ് ബോർഡർ ആസ് യു മെൻഷൻ. അത് മാത്രമല്ല, ഒരു കോൾഡ് വാർ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 90s, ബിഗിനിങ് ഓഫ് ദ 90s വാസ് ദ ഇറ ഓഫ് ട്രേഡിങ്, റൈറ്റ്? സോ ഇന്റർനാഷണൽ ട്രേഡിങ്, almost all the countries opened up their borders.
for trading, including India, all the other countries in Europe and US. WTO ഫോം ചെയ്തു 1995. അതേ സമയത്ത് തന്നെയാണ് നമ്മളുടെ നാഫ്ത വരുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് എ നോർത്ത് അമേരിക്കൻ ട്രേഡ് ഫ്രീ സോൺ, റൈറ്റ്? സോ ബിറ്റ്വീൻ മെക്സിക്കോ, അമേരിക്ക ആൻഡ് കാനഡ. അപ്പോൾ ദാറ്റ് ഫെസിലിറ്റേറ്റഡ് ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അക്രോസ് ദ ബോർഡേഴ്സ്, റൈറ്റ്? ഈ ഇവിടുത്തെ ഒരു ബിസിനസ് എക്കോസിസ്റ്റത്തിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. അതിന് മുമ്പേ ഉണ്ടായിരുന്നുവെങ്കിലും ആ ഒരു എഗ്രിമെൻറ്റിലാണ് ദാറ്റ് ഈസ് ഫോർമലി ഫ്ലറിഷിങ്, ത്രൈവിങ്. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് ഉണ്ട്. നാഫ്റ്റ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്ന സമയത്ത് ഇറ്റ് വാസ് എൻ ഇൻഡെഫിനിറ്റ് എഗ്രിമെൻറ്റ്. ഇറ്റ് ഡിഡ്ന്റ് ഹാവ് എൻ എക്സ്പയറി ഡേറ്റ്. ഓക്കെ, സോ ദാറ്റ് വാസ് ദ എക്സ്പെക്ടേഷൻ. ആൻഡ് ബിസിനസ് ലവ് ദ പ്രെഡിക്റ്റബിലിറ്റി, റൈറ്റ്? സോ ഇഫ് ദർ ഈസ് എൻ unpredictable business environment, nobody is willing to invest. Right. So അത് 1994 കൂടി നാഫ്ത ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം in next 5 to 6 years almost Canada's exports doubled to US, right? So അവിടെ protectionism എന്ന് പറയുന്ന ഒരു സാധനമല്ല. Things were really moving across, as Bijo mentioned, like automobile logistics of manufacturing is so complex. Parts move between countries seamlessly in order to find or build a final car, right? As a final product. അപ്പോൾ അതിൽ താരിഫ് പോലത്തെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കംപ്ലീറ്റ്ലി ഇമ്പാക്ട് ദാറ്റ് ഇൻഡസ്ട്രി, റൈറ്റ്? അത് ഫസ്റ്റ് ഓഫ് ഓൾ പ്രത്യേകിച്ച് ട്രംപിൻ്റെ എവർ ചേഞ്ചിങ് proposals and comments on tariff will be a big question mark for the business investment. Yeah, I think right? That's a good point you brought up, right? You shift in the goal post എന്ന് എല്ലാവരും പറയുന്നുണ്ട്. കൃത്യമായി എന്താണ് കാനഡയുടെ അടുത്ത് നിന്ന് വരണ്ടേ എന്ന് വിവരിച്ചിട്ടില്ല. ഞങ്ങൾ ഇത് തരാമെന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ അതും കൂടി എന്നൊരു മട്ടിൽ. ഏകദേശം കാനഡയുടെ എക്സ്പോർട്ടിൻ്റെ 28% ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി മാത്രമാണ്. ഓക്കെ, ഐ എം ജസ്റ്റ് ടേക്കിംഗ് ദാറ്റ് ഓയിൽ ഇൻഡസ്ട്രി ഔട്ട് ഓഫ് ഇറ്റ്. ദാറ്റ് ഇസ് ദ മേജർ എക്സ്പോർട്ട്. അറൗണ്ട് 48% അത് വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. സെക്കൻഡ് വൺ ഇസ് അതിലൊരു ഇൻ്ററപ്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒണ്ടാരിയോ പോലത്തെ പ്രൊവിൻസിൽ ദാറ്റ് ഈസ് ഹെവിലി ഡിപ്പെൻഡിങ് ഓൺ ഓട്ടോമാറ്റിക് കാർ ഇൻഡസ്ട്രി. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ പ്രൊഡക്ഷൻ നിൽക്കും, ജോബ്സിനെ എഫക്റ്റ് ചെയ്യും, അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടാവും, റൈറ്റ്? Forget all the additional tariff and the final cost of the cars in the market, right? So beyond that, tariff has got an economic, political and social impacts, right? Immediate impact is on inflation. Or the essential commodities price is going to go up because you don't have a substitute at the moment, right? So you need to consume using the existing supply chains, right? It takes time to build an alternate supply chain and find another source of manufacturer or a producer. അപ്പോൾ ഈ താരിഫ് എന്ന് പറയുന്നത് ഒരു ചില്ലറക്കാരനല്ല, അതൊരു ഭയങ്കര പ്രശ്നക്കാരനാണ്. അത് ഫൈനൽ പ്രോഡക്ട്സിൽ ഉണ്ടാകുന്ന ഒരു 25% ഹൈക്ക് ഓഫ് പ്രൈസ് ടാഗ് അല്ല. ഓക്കെ, അത് ഇമ്പാക്റ്റ് ചെയ്യുന്ന സപ്ലൈ ചെയിൻ, അത് കൺസ്യൂം ചെയ്യുന്നവർക്ക് സ്പെൻഡ് ചെയ്യുന്ന ഇൻഫ്ലേഷൻ, ഓക്കെ, അത് മാനുഫാക്ചർ ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്ന അൺഎംപ്ലോയ്മെൻറ്റ്സ്, റൈറ്റ്? അതുണ്ടാക്കുന്ന കൺഫ്യൂഷൻ അമംഗ് ദ ബിസിനസ് ഇൻവെസ്റ്റേഴ്സ്. ദാറ്റ് ഈസ് വാട്ട്സ് ഇറ്റ്സ് ഓൾ അബൌട്ട്. ഇതിലിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞത്, ഇപ്പോൾ ജോബ് ലോസസ്, ഐ തിങ്ക് അതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വറീഡ് ആയിരിക്കുന്നത്. കാരണം ഓൾറെഡി ടൈംസ് ആർ ഡിഫിക്കൾട്ട്. ഒന്നും രണ്ടും ജോലി ചെയ്തിട്ടും കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നില്ല എന്നുള്ളൊരു അവസ്ഥ കാനഡയിലുണ്ട് എന്നൊക്കെ പല സോഴ്സസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ ടാരിഫും കൂടി വരുമ്പോഴേക്കും പ്രത്യേകിച്ച് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിലൊക്കെ വലിയ കൺസേൺ ഉണ്ട്, എങ്ങനെയാവും ജോബ് ലോസസും കാര്യങ്ങളും. അപ്പോൾ ഈ ജോബ് ലോസസ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഈ പറഞ്ഞത് ഓട്ടോമൊബൈൽ സെക്ടേഴ്സിലും ട്രക്കിങ്ങിലും ഒക്കെയാണോ, അതോ മറ്റ് സെക്ടേഴ്സൊക്കെ ഇതിൽ ഇമ്പാക്റ്റഡ് ആവുമോ? എനിക്ക് തോന്നുന്നത് ഇതിൽ ഇപ്പോൾ വിൻസർ എടുക്കുകയാണ്, നമ്മുടെ വിൻസർ ബോർഡറാണ്. അപ്പോൾ അവിടെ താമസിക്കുന്ന സ്ഥലമാണ്. അതെ, ഇപ്പോൾ തന്നെ അവിടുന്ന് 1500 നേഴ്സസ് ബോർഡർ ക്രോസ് ചെയ്ത് ഡെട്രോയിറ്റിൽ പോയി ജോലി ചെയ്യുന്നവരുണ്ട്. പിന്നെ വിൻസറിലുള്ളതാണ് നമ്മുടെ ഓട്ടോ പ്ലാന്റ്സുകളായിട്ടുള്ള ഇൻഡസ്ട്രീസ്, കാർ മേക്കിങ്ങിനുള്ള എല്ലാം ഉണ്ട്. പിന്നെ മറ്റൊരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹൗസസ് ആണ്. ഈ ഗ്രീൻ ഹൗസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ലാത്ത രീതിക്കുള്ള ഹെക്ടേഴ്സാണ് അവിടെ
ഈ ഗ്രീൻ ഹൗസ് വെജിറ്റബിൾ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. Right. അത് അവിടുന്ന് ഒരു ദിവസം ഒരു ഗ്രീൻ ഹൗസിൽ നിന്ന് തന്നെ 200 ട്രക്കുകളാണ് സൗത്തിലോട്ട് പോകുന്നത്, US-ലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. Right. അത്രയും പ്രൊഡക്ഷൻ ഉണ്ടാവുന്നുണ്ട്, അത്രയും തൊഴിലാളികൾ അവിടെ ഉണ്ട്. ഈ പച്ചക്കറികളെല്ലാം നമുക്ക് കാനഡക്കാർക്ക് തന്നെ കഴിച്ചു തീർക്കാൻ പറ്റില്ല. Right. അതെ, അതിനെ സിവിയറായിട്ട് ഇത് എഫക്റ്റ് ചെയ്യും കൃത്യമായിട്ടും. കാരണം ഇത് വർഷങ്ങളായിട്ട് ഉള്ള ഒരു ട്രേഡാണ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡയറി പ്രോഡക്റ്റും അതുപോലെ തന്നെ അവിടുന്ന് പോകുന്നുണ്ട് നന്നായിട്ട് തന്നെ. പിന്നെ നമ്മൾ മറ്റു മേഖലകൾ നോക്കിക്കഴിയുമ്പോഴേക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, ഇപ്പോൾ നമുക്കറിയാലോ, നമ്മുടെ കുട്ടിയെ ഇപ്പോൾ ഡാൻസിന് പഠിക്കാൻ വിടണമെങ്കിലോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിലോ ആ മേജർ ഇൻഡസ്ട്രി ആയിട്ട് ഡിപ്പെൻഡൻ്റ് ആയിരിക്കുമല്ലോ ഇവർ. ഇപ്പോൾ വീട്ടിൽ പൈസ വന്നിട്ടുണ്ടേ ഉള്ളൂ നമുക്ക് എക്സ്ട്രാ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോഴേക്കും റെസ്റ്റോറൻറ്റുകളെ എഫക്റ്റ് ചെയ്യും, മറ്റ് എല്ലാ മേഖലകളിലും ഇത് തീർച്ചയായിട്ടും എഫക്റ്റ് ചെയ്യും. പിന്നെ വരുമ്പോഴേക്കും നമുക്ക് വരുന്നത് ഇപ്പം ഓയിലിൽ ഹിറ്റ് വന്നിട്ടുണ്ടെങ്കിലാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ ഓയിൽ, ഞാൻ ഈ കഴിഞ്ഞ ഒരു 2 മാസം എഡ്മണ്ടനും കാൽഗറി ഇവിടെയെല്ലാം ഒന്ന് യാത്ര ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ മലയാളികളെയൊക്കെ കാണുമ്പോൾ അവരെല്ലാവരും ചോദിച്ചിട്ടുണ്ട്, അവർ പറയും ഗ്യാസ് ഇൻഡസ്ട്രിയിലാണ്, ഇതിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ എല്ലാ തൊഴിലുകളും അവിടെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ മലയാളികളെയൊക്കെ അത് എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അൺഎംപ്ലോയ്മെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഇന്ന് ഈ ദിവസങ്ങളിലൊക്കെ വന്നിരിക്കുന്നത് 6.6 ആണ് വന്നിരിക്കുന്നത്. അത് 2% ഡബിൾഡ് ആകും. 8 മേളിലേക്ക് പോകുന്നു. ഇൻഫ്ലേഷൻ അതുപോലെ തന്നെ കൂടും. ഇപ്പോൾ ഗവൺമെൻറ് നമുക്കറിയാം, നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് പൈസ ആദ്യം തന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പോകുന്നു. പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം 6 മാസം നിൽക്കും ഇതിൻ്റെ അകത്ത്. അത് കഴിഞ്ഞാൽ പുതിയ ജോലി കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം കരിയർ സ്വിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ സെൻറ്ററിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലരും വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇൻ കേസിൽ ഇങ്ങനെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കാം ബെറ്റർ ഓപ്ഷൻ എന്ന് നോക്കുന്നുണ്ട് ആളുകൾ. അങ്ങനെ ഒരു പാനിക്കാൻ വേണ്ടി പറയുന്നല്ലോ, എന്താണെങ്കിലും നമുക്ക് കാനഡയിൽ റിസോഴ്സസ് ഉണ്ട്. എന്താവും, ഐ തിങ്ക് ദാറ്റ്സ് എ ഗുഡ് പോയിന്റ്. ലൈക്ക് ഇങ്ങനെ ഒരു ടാരിഫ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 30-day പോസ് ഉണ്ട്, പക്ഷെ ഒരു പക്ഷെ വന്നു കഴിഞ്ഞാൽ ഈ അതിൻ്റെ എന്തായിരുന്നു പറഞ്ഞത്, അതായത് ഒരാൾക്ക് ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വർഷത്തേന് പോകാം ഒരാൾക്ക്. ഇപ്പോൾ കാനഡയിലെ സിസ്റ്റം അനുസരിച്ച് നമുക്കൊരു 18 months വരെ എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ മാക്സിമം അപ് ടു 6 months. 6 months അല്ലേ വരുന്നത് നമുക്ക് ഏകദേശം വരുന്നത്. ഇതുവരെ എടുക്കേണ്ടി വന്നിട്ടില്ല, ഞാനും കേട്ടോണ്ടിരിക്കുകയാണ്. അതെ, ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോ നമ്മൾ എക്സ്റ്റെൻഡഡ് ആയിട്ടാണ് നമുക്ക് 1 year വരെ പ്ലസ് നോക്കാം. പിന്നെ എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയിരുന്നതാണല്ലോ. ഓക്കെ, അപ്പോൾ അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ജോലി വേണമല്ലോ. സെയിം ഫീൽഡ്, ഈ ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഇഷ്ടം പോലെ ആളുകൾക്ക് ഈ കോവിഡ് കഴിഞ്ഞ ഉടനെ IT ലേ ഓഫ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ IT ലേ ഓഫ് വന്നിട്ടുള്ളവരെല്ലാം 6 മാസം ഓക്കെ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടല്ലാതെ ഒരു മേഖലയിലോട്ട് കടക്കാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നതാണ് എന്തെങ്കിലുമൊക്കെ പഠിച്ച് അപ്ഗ്രേഡ് ചെയ്യുക. ആ സമയം കൊണ്ട് ഗവൺമെൻറ് ഫണ്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് പഠിച്ച് മറ്റൊരു മേഖലയിലോട്ട് തിരിയാൻ നോക്കുക. അതേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് പക്ഷേ ഞാനിവിടെ വന്നിട്ട് നോർത്ത് അമേരിക്കയിലൊക്കെ വന്ന് ഇവിടുത്തെ ജീവിത രീതിയൊക്കെ പഠിച്ച് മനസ്സിലാക്കി വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഏത് പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നവരായാലും ഒരു ലേ ഓഫോ ഒരു ജോലി നഷ്ടപ്പെടേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ 1 മാസം പരമാവധി 2 മാസം, അതിനപ്പുറത്തേക്ക് മോർഗേജും കാര്യങ്ങളും എല്ലാം വരുമ്പോഴേക്കും ഇത് തകർന്നടിഞ്ഞ് പെട്ടെന്ന് ഒരു ചീട്ട് കൊട്ടാരം പോലെ ഇത് കെട്ടിവെച്ചിരിക്കുകയാണ് എല്ലാം. ദാറ്റ് ഈസ് വെരി റെലവൻറ്റ്, റൈറ്റ്? ഇത് ഇൻഡിവിജ്വൽസിനെ മാത്രമല്ല, ഇതിനൊക്കെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ദേ ആർ ഓൾസോ ഇൻ ദ സെയിം സിറ്റുവേഷൻ, എസ്പെഷ്യലി വെൻ യു ഹാവ് എൻ ഇൻട്രസ്റ്റ് റേറ്റ് വെരി ഹൈ. They prefer to use their internal capital, internal money to utilize and invest, right? Rather than going to a bank or a financial institution. അപ്പോൾ അവരുടെ കയ്യിലും സർപ്ലസ് ക്യാഷോ അല്ലെങ്കിൽ ലിക്വിഡിറ്റിയും കുറവാണ്. ദാറ്റ് ഇസ് ഫോർ ദ ബിസിനസ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ഇൻഡിവിജ്വൽ ഇറ്റ്സ് ദ സെയിം. മോർഗേജ് എല്ലാവരും their outflow of money is gone up, like everything, like food to rental to housing and mortgage, everything has gone up. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ താരിഫ് പോലുള്ള ഒരു ഫർദർ ക്രാഷ് ക്രഞ്ച്, ജോബ് ലോസസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സർവൈവ്, ബിക്കോസ് മോസ്റ്റ് ഓഫ് ദം ആർ ഇൻ ദെയർ ക്രെഡിറ്റ് ലിമിറ്റ്സ് ഓൾമോസ്റ്റ് ഹിറ്റ് ദെയർ മാക്സിമം ലിമിറ്റ്സ്, റൈറ്റ്? സോ ഈവൻ ടു ബിസിനസ് ഇറ്റ്സ് ആപ്ലിക്കബിൾ. When it comes to manufacturing industry, it's the same thing applicable for them. ഇപ്പോൾ ക്രോസ് ബോർഡർ ഫ്രീ ഈസി ക്രോസ് ബോർഡർ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പോലുള്ള they don't even keep an inventory. It's all just in time. അവർക്ക് ആവശ്യമുള്ള അന്നത്തെ പ്രൊഡക്ഷന് വേണ്ട സാധനങ്ങളാണ്
ഡിട്രോയിറ്റിൽ നിന്ന് വിൻസറിലേക്ക് വരുന്നതും തിരിച്ചതുപോലെ അങ്ങോട്ട് പോകുന്നതും. ഓക്കെ, ദേ ഡോണ്ട് ഈവൻ കീപ്പ് എൻ ഇൻവെൻറ്ററി ഫോർ ഇറ്റ്. It brings that efficiency into their manufacturing process, right? So they don't have to pay for their warehouses, pay for their inventory costs, right? So that brings the product much more cheaper, right? So this is a whole understanding of the whole economy, right? Oil industry. Oil industry generally, if there is a tariff and it's an essential thing to US, it will continue to flow. US consumers will have to face that impact of an additional cost in their, when they go in to fill their gas. But they don't even have the capacity. The moment US takes their reserve, US has got a huge reserve of petroleum, right? They will take that out anytime. And Trump, knowing him, he will take that out. Immediately that's going to hit the production line in Alberta. Okay. പക്ഷേ I had a doubt there. നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ പറഞ്ഞിപ്പോൾ US-ലെ oil refineries, as I understand, they have been designed to process crude oil from Canada. അവർക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. ഈവൻ ഇറ്റ് വിൽ ഇമ്പാക്ട് ദം. Their production will also stop because they are not getting. So Trump will bring their reserve out. If he is bringing that reserve out, they can survive, right? So they don't need a dependency on Canadian oil is less for them. So that will immediately, because you can't store the petroleum, there is no tank or anything, right? So that flow, they will have to stop the production. It's an immediate impact on job market. Both sides loss ഉണ്ടാവും, പക്ഷേ കൂടുതൽ ഭാരിച്ച ലോസ് Canadian side of the ഭാരിച്ച ലോസ് എന്ന് പറയാൻ പറ്റില്ല. If you are talking about the job loss, he has issued 2.3 million government employees to go away in 4 days, to lay off. I see. Right? So they have a different problems to tackle, much bigger than what we are talking here, right? So they have a bigger problem because that's their president, it's not our president, right? So avarkulla prashnam is a completely different scale altogether. നമുക്ക് പാൻഡമിക്കിൻ്റെ ഇടയിൽ ഒരു സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻ ഉണ്ടായിരുന്നു, ടു മൂവ് പ്രോഡക്ട്സ് അക്രോസ് ബൗണ്ടറീസ് ആൻഡ് അക്രോസ് കോണ്ടിനെൻറ്റ്സ്, റൈറ്റ്? പക്ഷേ ആ സമയത്ത് പോലും നമ്മളിത് സർവൈവ് ചെയ്തു. Because we always found that alternate source of producers from other places, and that industry has matured, right? പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ, എസ്പെഷ്യലി when people are facing that kind of a credit crunch, it's going to impact everyone, right? You need to tighten the belt and live accordingly, right? But I really like that point that you brought about. We survived a pandemic. ഇപ്പോൾ ഒരു ടാരിഫ് വന്നാലും we will survive. So പരിഹാരമില്ലാത്ത പ്രശ്നമില്ല എന്ന് പറയുമല്ലോ. I think one of the things that we are exploring is നമ്മുടെ കനേഡിയൻ പ്രോവിൻസസ് തമ്മിലുള്ള ട്രേഡ് ബാരിയേഴ്സ് എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റാനൊക്കെ ഉള്ളൊരു ശ്രമമുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. അത് വിദ്യ, എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ ദിവസം ജസ്റ്റിൻ ട്രൂഡോ ടൊറൻഡോയിൽ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ബിസിനസ്സുകാരെയൊക്കെ വിളിച്ച് ഒരു മീറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് പ്രൊവിൻഷ്യൽ പ്രീമിയേഴ്സിൻ്റെ മീറ്റപ്പ് ഉണ്ടായിരുന്നു. കാനഡ ഒരുമിച്ചാണ് നിൽക്കുന്ന എല്ലാ കാര്യത്തിലും. നമുക്ക് ഇതിപ്പം ഇല്ല എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പേടിച്ച് US-ലുള്ളവർ പറയുന്നു നിങ്ങൾക്ക് ജോലി ഇനി കാനഡ ഇല്ലാതെ, നമ്മുടെ മലയാളികൾ പോലും എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിലൊക്കെ പറയുമ്പോഴത്തേനും ആൾക്കാർ പറയാറുണ്ട് തീർന്നു, ഇനി ഒരു രക്ഷയില്ല, ഇനിയിപ്പം കാനഡയുടെ ഇക്കണോമി തകർന്നു, ഇനിയിപ്പോൾ മുന്നോട്ട് ഒരു രക്ഷയില്ല. പക്ഷേ നമുക്ക് ഈ ദിവസങ്ങളിൽ ഒത്തിരി ശുഭപ്രതീക്ഷ നൽകുന്ന പല കാര്യങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ദിവസമാണ് ഇക്വഡോറുമായിട്ടുള്ള ഒരു ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കാനഡയിൽ നിന്ന് ഇവിടുന്ന് പല ഗുഡ്സും അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കാനഡയുടെ ഒരു പ്രധാന റിസോഴ്സാണ് ഈ അഗ്രികൾച്ചറിലെ പൊട്ടാഷ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലേക്ക് ഉപയോഗിച്ചൊരു വാഴയ്ക്കൊക്കെ വളമിടുന്ന സംഭവം പൊട്ടാഷ് എന്ന് പറയുന്ന സാധനം. ഇത് കാനഡയിലാണ് 47% വേൾഡ് വൈഡുള്ള എക്സ്പോർട്ട് നടക്കുന്നത്. അതിവിടെ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഏറ്റവും വലിയ റിസർവ് ഇവിടെയാണത്. അത് US-ന് ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അഗ്രികൾച്ചർ പ്രശ്നമാവും. അത് നമുക്കൊരു പ്ലസ് പോയിൻ്റാണ് അത് വരുന്നത്. പിന്നെ വരുന്ന മറ്റ് റെയർ എർത്ത് മിനറൽസ് വരുമ്പോഴത്തേനും നമുക്ക് ഒത്തിരി ജെർമേനിയം, പിന്നെ ലാർജ് പ്രൊഡക്ഷൻ ഓഫ് അലൂമിനിയം, ഇങ്ങനെയുള്ളതെല്ലാം വരുന്ന വളരെ വേണ്ടപ്പെട്ട സാധനങ്ങൾ തന്നെയാണ്. പിന്നെ നമുക്ക് ഇപ്പം നിക്കൽ, കോബാൾട്ട് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ടെസ്ലയുടെ ബാറ്ററി ഉണ്ടാക്കണമെങ്കിൽ ഉള്ള റിസർവ് ഇവിടെയാണ്. ശരിക്കും ട്രംപ് നോക്കിയിരിക്കുന്നത് ഇത് തന്നെയാണ്. ഇവിടുത്തെ റിസർവ് നമുക്കിവിടെ ഉണ്ടല്ലോ. അതെ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ് ബ്രിങ്ക്മാൻഷിപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. ബ്രിങ്ക്മാൻഷിപ്പ് എന്ന് പറയുമ്പോഴേക്കും ഒരു കാര്യത്തെ പറഞ്ഞങ്ങ് പേടിപ്പിച്ച് അങ്ങേയറ്റം എത്തിച്ചിട്ടുള്ളൊരു സൊല്യൂഷൻ പുള്ളി മനസ്സിൽ വെച്ചേക്കുന്ന കാര്യം പുറത്തിടുകയുള്ളൂ.
ഒരുപക്ഷെ അതാവും 51ാമത്തെ സ്റ്റേറ്റ് അങ്ങനെ വന്ന് മൊത്തത്തിൽ ഇങ്ങ് എടുക്കും പിന്നെ ടാരിഫിലേക്ക് അതെ, അങ്ങനെ ആ നെഗോസിയേഷൻ, പുള്ളി നല്ലൊരു നെഗോഷിയേറ്ററാണ് ഇങ്ങനെയുള്ള കാര്യത്തിൽ. ഇപ്പം വന്നിട്ടുള്ള നമ്മുടെ നാഫ്ത കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടുള്ള എഗ്രിമെൻറ്റ് വന്നു, അതിന് ഇനി 2026 ഇതിൻ്റെ അടുത്ത നെഗോസിയേഷൻ കാര്യം വരുമ്പോൾ ആ സമയമാകുമ്പോഴത്തേനും കാര്യങ്ങൾ സെറ്റാക്കാൻ വേണ്ടിയുള്ളൊരു പരിപാടിക്ക് വേണ്ടിയുള്ളൊരു സംവിധാനമാണ്. പിന്നെ മറ്റൊരു കാര്യം നമുക്ക് മെൻഷൻ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ് മൗണ്ടൻ പൈപ്പ് ലൈൻ അത് പൂർത്തിയായിട്ടുണ്ട്. അതായത് ഇനി കാനഡയിലുള്ള റിസർവ് ഇവിടുന്ന് പോകുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജപ്പാനിലോട്ടും ചൈനയുമാണ് ഇവിടുത്തെ മാർക്കറ്റ് പിടിച്ചിരിക്കുന്നത്. അങ്ങോട്ടാണ് നമ്മുടെ ഓയിൽ പോകാനുള്ളത്. പക്ഷേ ടൈം എടുക്കും ഇതിനൊക്കെ, കുറേ ടൈം എടുക്കും. കാരണം പണ്ട് കഴിഞ്ഞ ട്രംപ് 1 ആ സമയത്തുണ്ടായിരുന്ന സ്റ്റീലിൻ്റെ മേലുള്ള 25% താരിഫ് വന്നപ്പോഴാണ് കാനഡ തീരുമാനിച്ചത് നമുക്ക് എന്താണേലും ഉടനെ തന്നെ കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ കുറച്ച് കാര്യങ്ങൾ മന്ദഗതിയിലായിപ്പോയി പിന്നീട്. അതെ, പിന്നെ കാര്യങ്ങളൊക്കെ ശരിയായി വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ മാരേജ് എങ്ങനെയെങ്കിലും വർക്കൗട്ട് ചെയ്തെടുക്കാം. അത് കറക്റ്റാണ്. സി, കാനഡയിലെ ജനങ്ങളെ നമുക്ക് എല്ലാവർക്കും അറിയാം. ദേ ആർ വെരി ഫ്രണ്ട്ലി, വെരി വെൽക്കമിങ് കമ്മ്യൂണിറ്റി. വി ഹാവ് ഓൾ ഗോൺ ത്രൂ ആൻഡ് എൻജോയ്ഡ് ദാറ്റ്, യു നോ, ആസ് വി മൂവ് ടു കാനഡ, റൈറ്റ്? പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ജിയോഗ്രഫിക്കലി നോക്കുകയാണെങ്കിൽ ഓക്കെ, ഒരു സൈഡിൽ അറ്റ്ലാന്റിക് ഓഷ്യൻ, അപ്പുറത്ത് പസഫിക് ഓഷ്യൻ, ഓക്കെ, മുകളിൽ നോർത്ത് പോള്, എവിടെ കൊണ്ട് വിൽക്കാനാണ്? ദ ഓൺലി ഓപ്ഷൻ യു ഹാവ് ഈസ് യുവർ നെയ്ബർ ഇൻ ദ സൗത്ത്, റൈറ്റ്? സോ ദാറ്റ്സ് അവർ മാർക്കറ്റ്. ഈ ലോകം മുഴുവൻ എല്ലാ രാജ്യങ്ങളും അമേരിക്കയുടെ ഒരു ട്രേഡ് പാർട്ട്ണർഷിപ്പിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് വേർ വി ആർ എൻജോയിങ്, ഓർ വി വേർ എൻജോയിങ് വിത്ത് ദ ഫ്രീ ട്രേഡ് വിത്ത് ദം, റൈറ്റ്? So the entire globe is looking to do business with US, where you have the geographical advantage to explore that market. Why should you look for another market? Especially, just imagine to ship your product and services, or ship your product across these oceans to the other continents. How much of cost it's going to additionally add, where you need to if it is in Asia, you need to compete with China, right? Or in India. So ആ ഒരു ഡിസഡ്വാൻറ്റേജ് നമുക്ക് എപ്പോഴും ഉണ്ട്. ബട്ട് ദാറ്റ് ആക്ച്വലി നൗ ഇമ്പാക്ടിങ് us because we don't have an alternate source of market to explore. So it's, and you have an indefinite NAFTA, you know, you trust it. So first Trump termil vannappadana you are thinking that there is a risk involved. Until that point there is no reason to think that there is a risk, right? Or you don't have enough money to invest to find out an alternate market. പക്ഷേ നൗ ട്രാൻസ് അറ്റ്ലാന്റിക് ഉണ്ട് ഷിപ്പിൽ. ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചത് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പെട്രോളിയം പ്രൊഡക്റ്റ് നമ്മൾ പൈപ്പിൽ കൂടെ നമ്മൾ റീച്ച് ടു ദ BC പോർട്ട്, ഓക്കെ, ദെൻ വാട്ട്? ഇപ്പോഴുള്ള ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ ദർ ഇസ് നോട്ട് കപ്പാസിറ്റി ടു ഷിപ്പ്, ദർ ഇസ് നോട്ട് അവൈലബിലിറ്റി ഓഫ് ടാങ്കേഴ്സ് ടു ഷിപ്പ് ദാറ്റ് അക്രോസ് ദ കോണ്ടിനെന്റ്, ടു ബി ഫ്രാങ്ക്. ഓക്കെ, 2 വാർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇസ്രായേൽ ഇവിടുത്തെ വാർ ഗാസയിലുള്ളത് ഇഷ്യൂയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇമ്പാക്റ്റഡ് ദാറ്റ് റൂട്ട് ഷിപ്പ് മൂവ്മെൻറ്റ് ത്രൂ ദ റെഡ് സീ. ഇപ്പോൾ സൂയസ് കനാലിന് പകരം അവർ എന്താ പറയുക, ഗുഡ് ഹോപ്പ് മുനമ്പിന് ചുറ്റിയാണ് പോകുന്നത്, റൈറ്റ്? സോ ഇറ്റ്സ് ആക്ച്വലി ഇൻക്രീസിങ് ദ ട്രാങ്കഡ് മൂവ്മെൻറ്റ്സ് ഡ്യൂറേഷൻ, റൈറ്റ്? Another one is sanctions against Russia. So that is impacting its ship movements, or India and China needs to consume and they need to bring more oil through the tankers. So the capacity is drained in shipping industry. So it's not an easy solution. Okay, we need to work towards it, but it's not, you cannot just going to achieve it overnight, right? So it's a very big time consuming process. Trans Mountain Pipeline, we had that pipeline even before. That expansion of that pipeline, അത് 4 കൊല്ലം മുമ്പ് അത് സ്റ്റോപ്പ് ചെയ്തു. എന്ന് വെച്ചാൽ there were a lot of resistance from BC itself. That is a provincial issue, and from the indigenous people, right? So that work has to be completed, right? So that expansion now, if you look at it, what has changed in the last 2 months or 3 months, since we have our friend Mr. Trump as president in United States, I have seen that drastic difference in Canadians. I have never seen them so united, right? And not as a people or the provincial and political, they are cutting across all the political barriers and they stay united now.
right? So that is a big change that happened in the last 3 months, right? So probably this is the right time to discuss all the interprovincial issues and sort it out, so that we have a free trade at least among the provinces, right? Absolutely. This is primarily, oil is a bigger issue, but that issue is going to help all the farmers, poultry, agriculture, produce, wine. Those are all going to have a free flow and trade between the provinces, because currently that's not happening. Like liquor, right? So we have all monopoly liquor stores or governed by the provincial government, like LCBO in Ontario, right? There are marketing boards for all these agricultural products for each provinces, right? And they have a quota system. If there are chicken and eggs is produced in Ontario, they cannot sell it to Quebec, for example, because there is a quota system exist. Okay. All right. So if there is a trade barrier within provinces. Within provinces, right? So we had an attempt in 2017 or something so it came up as an alternative for all those kind of, finding new markets, not externally, because you have oceans on both sides. Let's explore that internally, right? For an Ontario farmer, it is easy to sell chicken and eggs to US, rather than selling it to Quebec. Okay. Right? Okay. So that quota system, and there are other quality certifications. Each province has its own. So a farmer who has got a certification to sell cheese or dairy, it may not be really valid in the next province. Okay. Manitoba for grains. Okay. All right, grains. Now Manitoba produce a grading system on the grade. See, the grading system for grains are different in different provinces. Now Manitoba grain with their grading system, it's different in Saskatchewan, for example. So for a farmer, it's not really viable to go and certify them and grade it by Saskatchewan and sell it there in that market, right? Right. Or with that grading, he may get lesser price. Okay. Right? So these are the things probably we need to address, or the political leadership has to address immediately, so that these farmers can sell their poultry and agricultural producers across these provinces freely. Similarly, wine too, right? So similar things, right? BC Landagana wine, they cannot sell it in Alberta, it's so costly. Right. Alberta produce ചെയ്യുന്ന സാധനം pipeline expansion വേണ്ടി BC സമ്മതിക്കാതിരുന്നപ്പോൾ the next thing what Alberta government did was BC produce ചെയ്യുന്ന വൈന് they supplied at tax. Right. So തൊട്ടപ്പുറത്ത് നിൽക്കുന്ന province, the same thing, no? It's all Trump 2.0, Trump 3.0, right? So it's all the same. അയൽപക്കമായി ഒരു നല്ല ചങ്ങാത്തം സ്ഥാപിച്ചെടുക്കാന്നുള്ളത് ആദ്യം നമ്മൾ ഇവിടെ ചെയ്യണം തോന്നുന്നു അല്ലേ? Exactly. That is what we need to do. തീർച്ചയായിട്ടും അതിൽ ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ഓൺ ചെയ്യാനുള്ളത്, ഇപ്പം നമ്മുടെ ഇവിടെ ഒരു ടീച്ചർ ഒണ്ടാരിയോ സർട്ടിഫൈഡ് ടീച്ചർ ആണെങ്കിൽ ഒണ്ടാരിയോ മാത്രമേ ഉള്ളൂ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. വേറെ പഠിപ്പിക്കണമെങ്കിൽ അവിടെ പോയി വേറെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ ഓരോന്നും ചെയ്ത് ക്രെഡൻഷ്യൽ മാച്ച് ചെയ്ത് അവിടുത്തെ എക്സാം എഴുതി കഴിഞ്ഞാലേ ഉള്ളൂ പറ്റുള്ളൂ. ഒരു ഡെൻറ്റിസ്റ്റിനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു നേഴ്സിനോ എല്ലാം ട്രാൻസ്ഫർ ചെയ്യണം കംപ്ലീറ്റ്. ഇപ്പം നമ്മൾ നാട്ടിലാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ നമ്മളൊരു നേഴ്സാണെങ്കിൽ എല്ലാ പ്രൊവിൻസുകളിലും അല്ല നമ്മുടെ സംസ്ഥാനങ്ങളിൽ എവിടെ വേണമെങ്കിലും പോയി അവിടെ നമുക്ക് ജോലി ചെയ്യാമല്ലോ. അത് എല്ലാ പ്രൊഫഷണൽസിലും ഇത് ഒരു പ്രശ്നം തന്നെയാണ്. ഈ വസ്തുക്കളുടെയും പിന്നെ ട്രേഡ്സിൻ്റെയും കാര്യങ്ങൾ മാത്രമല്ല, പ്രൊഫഷണലിലും അതൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു ഫ്രീ മൂവ്മെന്റ് ഓഫ് ഗുഡ്സും ഫ്രീ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ അങ്ങനെ എളുപ്പത്തിൽ കാനഡയിൽ മൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ probably there can be more knowledge hubs that get built everywhere. Exactly. More production centers. And they can diversify also, right? Say for example, if Alberta is manufacturing intensive അല്ലെങ്കിൽ oil industry ആയിട്ട് heavily depend like Alberta, they will also get other skills so that they can diversify their industry to service sector, right? So, and by the way, service sector ഇപ്പോൾ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട് എനിക്ക് I don't have any clue. The tariff is all about things moving across the borders, right? So we have industries that's concentrated on service sector. Njan work in the industry is similar to that.
As long as you have a counterpart company in US, it should be okay. It looks like, but I don't know how. As long as it's not in Trump's radar, we are safe. Right. If it is in Russia's radar, then we are trouble. പക്ഷെ അതൊക്കെ ഇന്ന് നീ നാളെ ഞാൻ എന്ന് അതെ, അതില് പറയുന്നത് എല്ലാ ഒരു സ്പെക്ട്രം സ്പെയർ ചെയ്യുന്നു തോന്നുന്നില്ല. Trump is the height of unpredictability, right? So we don't know what's happening now. If he has got a press conference, the whole topic of our discussion is going to change. ഇത് might become irrelevant. Relevant altogether. ടാരിഫ് വരാം വരാതിരിക്കാം. It's still a pause, അല്ലേ? പോസ്ന്നേ പറഞ്ഞിട്ടുള്ളൂ ടാരിഫിന്. അത് വന്നേക്കാം, വരാതെയും ഇരിക്കാം. പിന്നെ വേറെയും ഡിമാൻഡ് വരാം. ഞാൻ ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഒരു പ്രസ് കോൺഫറൻസിൽ കേട്ടത്, അവിടുത്തെ US ബാങ്കുകൾക്ക് ഇവിടെ പ്രവർത്തിക്കാനുള്ള ഒരു അവകാശം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതായിരുന്നു. So we were talking earlier about that shifting goalpost, right? So I think the whole thing started with saying fentanyl border and illegal immigration. All of those charges which Canada has said, അത് വളരെ മിനിമൽ ആണ്. ആൻഡ് അതും കുറയ്ക്കാനുള്ള ഒരു എഫേർട്ട് ഇസ് there from Canada's side already. പക്ഷെ അദ്ദേഹം അപ്പോൾ ഒരു ഒഫീഷ്യൽ പ്രസ് കോൺഫറൻസിൽ ഐ തിങ്ക് അദ്ദേഹം ഒരു ഫ്ലൈറ്റ് ഇറങ്ങി വരുമ്പോൾ ആരോ പ്രസ്സുകാർ ചോദിച്ചതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു, കാനഡയുമായി ഒരു നെഗോസിയേഷൻ നടത്താൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, കാരണം അവരുടെ ബാങ്കുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, എന്നാൽ നമ്മുടെ ബാങ്കുകൾക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള ഒരു അവകാശമില്ല, അത് ശരിയല്ലല്ലോ. അപ്പോൾ വേറൊരു ഡിമാൻഡും കൂടിയും അവിടെ വരികയാണ്. ഇങ്ങനെ മാറി മാറി ഓരോ കാര്യങ്ങൾ വരുന്നുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഓരോന്ന് വരുന്നു. അത് എന്താണ്, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിലല്ല പുള്ളിക്കാരൻ നിൽക്കുന്നത്. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് നോക്കിക്കഴിയുമ്പോൾ തന്നെ ഇന്ത്യയുമായിട്ട് ഇപ്പോഴത്തെ ട്രേഡ് ഡെഫിസിറ്റ് ഏകദേശം $100 ബില്യൺ ഉണ്ട്. ചൈനയുമായിട്ട് 2 സർവേ ഞാൻ വായിച്ചിരുന്നു. അതിൽ $250 to $400 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റാണ് ഉള്ളത്. അതേസമയം കാനഡയായിട്ട് വരുമ്പോഴത്തേനും അതൊരു 40 ബില്യണിൽ താഴെയാണ് ഇത് വരുന്നത്. അതൊരു വലിയ പ്രശ്നമായിട്ടുള്ള കാര്യമല്ല. ഒരു പലരുടെയും കാഴ്ചപ്പാടിൽ നോക്കിക്കഴിയുമ്പോഴേക്കും അത് കൂടുതലും ആ ബിസിനസ് നെഗോസിയേഷനിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി, ഇപ്പോൾ ബാങ്കിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞാലും നമ്മുടെ ഈ നാഫ്ത അഗ്രിമെൻറ്റ് കഴിഞ്ഞിട്ടുള്ള അടുത്ത അഗ്രിമെൻറ്റ് വന്നു. അതിലേക്ക് ഇപ്പോൾ ഡയറി പ്രൊഡക്റ്റിൻ്റെ പല കാര്യങ്ങളും ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നു. ആ വ്യവസ്ഥകൾ വെച്ചാണല്ലോ അവർ പോകുന്നു മുന്നോട്ട്, ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരന് എടുത്തിട്ട് കഴിഞ്ഞാൽ കിട്ടിയാൽ ആയിക്കോട്ടെ എന്നായിരിക്കും തോന്നുന്നത്. അതാണ് അതിലെ പ്രധാന പ്രശ്നം, റൈറ്റ്? ഇപ്പോൾ ഒരു ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ ബേസിസിൽ നമ്മളുടെ ഇൻഡസ്ട്രിയും നമ്മളുടെ ജോബ് സെക്ടറും എല്ലാം അലൈൻഡ് ആണെങ്കിൽ, സി ഹൗ യൂസ്ഫുൾ ഇറ്റ് ഈസ് ഫോർ എ ബിസിനസ് ആൻഡ് എൻ എക്കോണമി ടു ഓപ്പറേറ്റ് വേഴ്സസ് an executive order by a president on a daily basis, how it's going to change our lives, right? So that's, and when Trump says you need to really do a fact checking, right? Fentanyl, Canada in the US like fentanyl is the problem എന്ന് പറയുമ്പോൾ around 2024 45 pounds seize the Canadian fentanyl to US, while around 850 pounds moved from US to Canada. Oh, okay. Right? Guns, right? 3,000 guns moved from Canada to US, while 30,000 guns are seized from Canada that came from US. Right. So border security is actually our requirement rather than his requirement, right? So we need to invest, right, in border security to ensure that, you know, our people are safe too, right? So it's a worth an investment, right? But that unpredictability, like first he started with the Panama, then he started with the Canada 51st State, you know, then he went to, you know, Gaza now, and Greenland, right? And we don't know what's next, right? So if you look at it, none of them materialized, right? And it's not going to materialize it also, right? So we have experience, and you cannot just go and capture the countries. Even they couldn't do that in Afghanistan or Iraq or anything. You know, you have the history supporting it. I'm not even talking to Vietnam or about Vietnam. You cannot just do it. These are all sovereign countries that you cannot just go and, you know, say it's mine the next day, right? He can do it in Oval Office. Whatever he can do is, as a president within US, or there are interfaces of US with other countries like tariff and trade and, you know, all those military or trade agreements, right? So beyond that he can't do anything, right? So and we cannot expect our leaders like Canada or any other countries or leaders to respond to what he is talking in a press conference, or even an executive order, right,
because unless and until it is really implemented, there is no going ahead and take a precautionary steps to anticipating that he may do it and invest towards that. Right. It's not a wise decision, right? So one thing I have noticed is when you look at how Trudeau, even though he's a resigned prime minister and waiting for someone to take over his role, he has done a pretty good job, right? Moving with that strategy, wait until he does something in the background, preparing the counter response strategy, right? He was working. At the same time, no one needs a trade war, right? I've seen the ministers in Washington negotiating day and night, right? So it's a multi-pronged strategy. You go and negotiate, prepare at the same time, in the background if they are doing it, how to respond, right? And at the same time keeping the public up to date of what's happening, right? So we never went panicking. We were all concerned, but not really panicking about it, right? Probably that is one of the last best thing as a prime minister before he is going out of office he has done to this country. That I think is a very positive note. So we have not panicked. Canada is an absolutely great nation, a lot of resources, a lot of good people, a lot of hardworking people, and this probably is to be considered as an opportunity to strengthen ourselves. Exactly. Our provincial barriers, find new partners in EU and Ecuador, as you were mentioning, and world over, find out new trade partners. But as our Canadian Prime Minister has always maintained, we are very respectful friends, respectful neighbors, and we want the best of relationships with US as well. Nobody wants a trade war. I really like that statement that you made. Nobody wants a trade war, nobody wants job losses. So let's all hope for the best. Final I don't think so. It will continue for the next 4 years. Unpredictability is his strategy, right? So, that's what's going on for the next 4 years, right? So, we need to be ready for it. അത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറയണ്ടായി, നമ്മുടെ കടയിൽ നിന്ന് ഒരാൾ സാധനം മേടിക്കുവാണല്ല, അപ്പോൾ ആളുടെ കയ്യിലാണ് ഡിമാൻഡ് ഇരിക്കുന്നത്. നമ്മുടെ അടുത്ത് ഒരു പലചരക്കടയുണ്ട്, പക്ഷേ ഒരു കസ്റ്റമറേ ഉള്ളൂ. ആ കസ്റ്റമർ 90% സാധനം നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അയാൾ പറയുന്നു എനിക്ക് വേണ്ട, അല്ല എനിക്ക് ഇത്ര വില കുറച്ച് തരിക. അത് കാരണം നമുക്ക് എന്താണെങ്കിലും കുറച്ച് പുതിയ ആൾക്കാരെ, കസ്റ്റമേഴ്സിനെ പിടിക്കണം, എങ്കിലേ ഉള്ളൂ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. അങ്ങനെ മുമ്പോട്ട് പോകും. അതെ, ദുർഘടഘട്ടത്തിലാണ് എത്തിച്ചിരിക്കുന്നത്. രണ്ടുപേരും നിങ്ങൾ പറഞ്ഞ പോയിന്റ്സ് എല്ലാം വളരെ വാല്യൂ, വെരി ഇൻഫോർമേറ്റീവ്. ബട്ട് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us on this podcast. I'm pretty sure Shaji has more to say on our podcast with a completely different subject. But thank you again for your time. Thanks a lot for your time. Thank you. Let's all hope for the best for Canada and US. Thank you. Thanks a lot. Good night.